ഞാൻ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പല ഉപദ്രവങ്ങൾ ഞാനും എൻ്റെ മകനും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ തട്ടമായിരുന്നു. പിന്നെ അതിനെക്കാട്ടിലും ഉപരി എന്ന് വെച്ചാൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അത് 33 വയസ്സിൻ്റെ ഇടയിൽ എനിക്കോ എൻ്റെ ഭർത്താവിന് ഇന്നും സാധിച്ചിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ടൊരു വീടിന് ഇപ്പോഴും ലോണുണ്ട്, ഒരുപാട് പണി ബാക്കി കിടപ്പുണ്ട്. അതൊന്നും ഭർത്താവിന് പോലും സാധിച്ചിട്ടില്ല. പക്ഷെ അത് എനിക്ക് കൂളായിട്ട് 1.5 വർഷം കൊണ്ട് എനിക്ക് കണ്ണൻ സാധിപ്പിച്ചു തന്നു. കണ്ണൻ സാധിപ്പിച്ചു തന്നു എന്നല്ല പറയേണ്ടത്, ഇവിടെയുള്ള ജനങ്ങളെ ശരിക്കും അങ്ങ് പറ്റിച്ചിട്ട് അത് നേടി എന്ന് പറയേണ്ടി വരും. നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, ആ ബിസിനസ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മാർക്കറ്റിംഗ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. തുടക്കം മുതലേ തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ചിത്രം വരച്ചിരുന്നത്. തട്ടമിട്ടുകൊണ്ട് അമ്പലപ്പറമ്പുകളിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പുറത്തു വന്ന തട്ടമില്ല. അപ്പൊ തട്ടം ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ഒരുപാട് ബിസിനസ് നടക്കുന്നു. സുരേഷ് ഗോപിക്കും ഇവരൊരു കണ്ണനെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവരൊരു വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ഇവിടെയുള്ള BJP അല്ലെങ്കിൽ RSS നൽകി എന്നുള്ളതാണ്. ഒരു മുസ്ലിം പെൺകുട്ടി ഇതാ കണ്ണനെ വിളിക്കുന്നു, കണ്ണനെ വരയ്ക്കുന്നു. ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നൊക്കെ, എന്നിട്ടും ആ കുട്ടി വിശ്വസിക്കുന്നു, വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അന്നമാണ് കണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മാർക്കറ്റായിരുന്നു. മാർക്കറ്റിംഗ് നല്ല അടിപൊളിയാണ്. ഓക്കെ, വിഷയത്തിന് വഴുതി മാറി പോകണ്ട. ഈ വീഡിയോന്റെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും ഈ തട്ടം ഒരു വലിയ പ്രശ്നമായിരുന്നു എന്നുള്ളത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് തട്ടം അത് വലിയ ഉപകാരമായിരുന്നു എന്ന് പലരും പറയുന്നത്. അത് ഹിന്ദു പെൺകുട്ടികളടക്കം പറയാറുണ്ട്. തട്ടം ഒരു കവചം തന്നെയാണ്. ഇപ്പോൾ പൊടിയിൽ നിന്നാണെങ്കിലും സൂര്യൻ വെളിച്ചത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും തട്ടം കവചം തന്നെയാണ്. മുഖം മറയ്ക്കാനും ഒരു കവചം തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ട് ജനിച്ച് ആ ഇസ്ലാം മതത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് നിരന്തരമായ എയറിൽ പോകുന്ന ജസ്ന സലീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വളരെ മോശപ്പെട്ട രീതിയിൽ ഇസ്ലാം മതത്തെ ഇവര് കരിവാരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന പോലെ മറുപടി കൊടുക്കാം. നേരെ വീഡിയോയിലോട്ട്. ഒരു ഹൈന്ദവ ഏതെങ്കിലും മതസ്ഥര് മതം വിട്ടു എന്ന് വെക്കുക, ഇനി ക്രിസ്ത്യൻ മതസ്ഥരായിക്കോട്ടെ മതം വിട്ടു എന്ന് വെക്കുക, അവരെന്താ ചെയ്യുക? അവര് മതം വിട്ടിട്ടുണ്ട്, അവര് പോയിക്കോട്ടെ, ഓരോ ഇഷ്ടമാണെന്നേ പറയുള്ളൂ. പക്ഷെ മുസ്ലിം മതസ്ഥർ അങ്ങനെയല്ല മക്കളെ. ഒരാൾ മതം വിട്ട് കഴിഞ്ഞാൽ പുറകെ നടന്ന് കല്ലെറിഞ്ഞ് അവനെ കൊന്നിട്ടേ അതാണ് മുസ്ലിം മതസ്ഥര്. ഈ കേരളത്തില് ഏത് മുസ്ലിം സ്ത്രീയാണ് അല്ലെങ്കിൽ മുസ്ലിം യുവാവിനെയാണ് മതം മാറിയതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നിട്ടുള്ളത്? ജസ്ന സലീം ഒരു കാര്യം പറയുമ്പോൾ അതിന് ആധികാരികത വേണം, തെളിവ് വേണം. വെറുതെ അങ്ങ് കണഗുണ എന്ന് പറയരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കണഗുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിങ്ങൾക്ക് മീൻ തിന്നാൻ പാടില്ല, അത് ഹറാമല്ലേ, തല്ലിക്കൊല്ലുന്ന സാധനമല്ലേ, ചത്തുപോകുന്ന സാധനമല്ലേ, അത് തിന്നാൻ പാടില്ലല്ലോ എന്നുള്ളത്. കൃത്യമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കോമഡി ഞാൻ പറഞ്ഞേക്കാം, ഞാനൊന്നും മദ്രസ പോയിട്ടില്ല അല്ലെ, ഞാൻ മതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി മാത്രമാണെന്നുള്ളത്. പക്ഷെ 5ാം ക്ലാസ് വരെ 4ാം ക്ലാസ് വരെ ഏറ്റവും മദ്രസയിൽ പോയിട്ടുള്ള ജസ്ന സലീമിന് ഉത്തരം അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ വിഷയമല്ല ഇവിടെ, ഇത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. മതം മാറിപ്പോയിട്ടുള്ള മുസ്ലിം സ്ത്രീകളെയാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരെയാണെന്നുണ്ടെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലുന്നു ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്നാ പറയുന്നത്. ഇവിടെയുള്ള മത പുരോഹിതന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, മത പണ്ഡിതന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നേരത്തെ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും പ്രശ്നമില്ല എന്നുള്ളത്. ഒരു ഹിന്ദു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി, അവൾ ഇഷ്ടമുള്ള മതവും സ്വീകരിച്ചു, മുസ്ലിം മതത്തിലേക്ക് പോയി. ആ ഒരു പെൺകുട്ടിയെ ഇവിടെയുള്ള ഒരു കൂട്ടം RSSകാർ ഇന്നും വേട്ടയാടുന്നത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. വിഷകലശേഷി അടക്കം അത് ഇടക്കിടക്ക് പറയുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഇസ്ലാമിൽ പിറന്ന മനുഷ്യൻ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അതിനെ ഇടവരുത്തിയിട്ടാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ മതം വേണ്ട, ആ മതം വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നെ എന്തിന് ആ മതത്തെക്കുറിച്ച് എല്ലാ ഇന്റർവ്യൂകളിലും വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത്? ഒരേ ഒരു ലക്ഷ്യം, ഇന്റർവ്യൂകൾ വൈറലാവണം, നിങ്ങൾ എന്നും എയറിൽ നിൽക്കണം, അപ്പോൾ അത്യാവശ്യം നല്ല വരുമാനം വരും. ഇത് മാത്രം ലക്ഷ്യം. ചില ആളുകൾ ഇങ്ങനെയാണ്, മതം വിറ്റുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ മതത്തിൽ പിറന്നതുകൊണ്ടും ആ തട്ടമിട്ടത് കൊണ്ടും തന്നെയാണ് ജസ്ന സലീമെ നിന്റെ ഫോട്ടോസ് ഇവിടെ ആളുകൾ വാങ്ങിയിരുന്നത്. ഇപ്പൊ എല്ലാം അവസാനിച്ചു. ഒരു വീട് ഒരു 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആര് കാരണമാണ്? ജസ്ന സലീമെ നിന്റെ മതം കാരണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിങ്ങൾ അതിനിടയിൽ ഇടക്ക് പറയുന്നൊരു വാക്കുണ്ട്, ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ, നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളത്. അങ്ങനെ ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് വിശ്വാസികളുണ്ട്, അവർക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ജസ്ന സലീമാണ് എന്നുള്ള ആ മണ്ടത്തരമുണ്ടല്ലോ, അത് മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവര് കപട വിശ്വാസിയാണ് എന്നും
കപടതയാണ് മുഖമുദ്രയായി വെക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ആവശ്യമില്ലാത്തൊരു അലിഗേഷനാണ് പറയുന്നത്. എൻ്റെ ഈ ഒരു ജീവിത കാലയളവിൽ ഇത്രയും നാള് ഞാൻ കേൾക്കാത്ത ഒരു കാര്യം ജസ്ന സലീം ഇവിടെ പറയാണ്. മുസ്ലിങ്ങൾ മതം മാറിപ്പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ വന്നവരെ കല്ലെറിഞ്ഞു കൊല്ലും എന്നുള്ളത്. ഇതിനൊക്കെ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ മറുപടി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുക്കുകയാണ്. പിന്നെ ഇവരുടെ സോഷ്യൽ മീഡിയയുടെ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെറ്റ് അവരുടെ വീഡിയോസ് ഒന്നും കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ 18ന് മുകളിലാണെന്നുണ്ടെങ്കിലും കുടുംബസമേതം ഇരുന്ന് കാണാൻ കഴിയില്ല. അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവരുടെ സംസാര രീതിയാണ് എന്നുള്ളതാണ്. ഒരുപാട് വോയിസ് ക്ലിപ്പുകളും അവർ ഇടാറുണ്ട് ഇടയ്ക്ക്. അവർ തന്നെ ഓരോന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ തട്ടമിട്ടതിന്റെ പേരിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീട് തന്നത് കണ്ണനാണ്, കാറ് തന്നത് കണ്ണനാണ്, എനിക്ക് ഒരു സാധനം പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാൻ പറ്റിയത് കണ്ണൻ കാരണമാണ്. അപ്പം ഞാൻ കാരണം ഞാൻ ഈ തട്ടമിട്ടതിന്റെ പേരിൽ കണ്ണന് തെറി കേൾക്കണ്ട, എന്റെ വീട്ടുകാർക്ക് തെറി കേൾക്കണ്ട, തട്ടം അങ്ങ് ഉപേക്ഷിച്ചു. തട്ടമിട്ടതിന്റെ പേരിൽ വീട്ടുകാർക്ക് തെറി കേൾക്കണ്ട, കണ്ണന് തെറി കേൾക്കണ്ട, എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ ഇപ്പൊ പൂർണ്ണമായിട്ട് ജസ്ന സലീമിനെ എതിർക്കുക. ഇവരുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുന്നുള്ളത്, അടിയിലെ കമന്റ് ഒരു സപ്പോർട്ട് പോലും ഇല്ല, എല്ലാം നെഗറ്റീവാണ്. പിന്നെ ഇടക്കിടക്ക് ഇവർ ആത്മഹത്യാ നാടകങ്ങളും കാര്യങ്ങളും കളിക്കാറുണ്ട്. എന്നെ ആർക്കും വേണ്ട എന്നാണ് അവർ പറയുന്നത്, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ വെറുപ്പ് സംബോധിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോ കാണാൻ കഴിയാത്ത രീതിയിലുള്ള സംസാര രീതികളാണ് എന്നുള്ളതാണ്. പിന്നെ ഇടക്ക് പറയുന്ന ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളും. ഇപ്പോൾ ഇസ്ലാം മതത്തിലുള്ള ആളുകൾക്കും താല്പര്യമില്ല, ഹൈന്ദവ മതത്തിലുള്ള ആൾക്കാർക്കും താല്പര്യമില്ല, രണ്ടു കൂട്ടർക്കും താല്പര്യമില്ല. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്, നിങ്ങളുടെ നിലപാടുകളാണ് അതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തിനാണ് മതങ്ങളെ ക്രൂശിക്കുന്നത്? നിങ്ങൾക്ക് ആ താല്പര്യമില്ലെങ്കിൽ അത് മിണ്ടാതെ മാറിപ്പോവാ നല്ലത് അല്ലേ? ഇപ്പൊ ഞാൻ എന്തിനത് റിയാക്ട് ചെയ്തതെന്നറിയോ? നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റുകൾ അത്രത്തോളം അപകടമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നിങ്ങൾ മാറിപ്പോയതല്ലേ, പിന്നെ എന്തിനാണ് ഇടക്കിടക്ക് പറയുന്നത്? പലരും വീഡിയോ ചെയ്യുന്നു, ഇവള് തട്ടം ഉപേക്ഷിച്ചതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലേ ഇവർ അവിടെ നിർത്തണ്ടേ? വീണ്ടും 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 ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഇവർ എടുത്തിട്ടേണ്ട ആവശ്യമുണ്ടോ? തട്ടം ഇവർക്കൊരു വിഷയമല്ലായിരുന്നെങ്കിൽ, ഞാൻ മതം വിടുന്നത് ഇവർക്കൊരു വിഷയമല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്തിന് ഇവരെന്നെ കുറിച്ച് സംസാരിക്കും? അപ്പം നിങ്ങൾ പറ, ഞാൻ മതത്തെ പറഞ്ഞ് തെറ്റിക്കാണോ അല്ലെ സത്യാവസ്ഥ തുറന്നു പറയുകയാണോ എന്നുള്ളത്? അല്ല, നിങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയല്ല, നിങ്ങൾ തെറ്റിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ തട്ടം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞില്ലേ, പിന്നെ ആളുകൾ പറഞ്ഞ് നിങ്ങൾ എന്തിനാ നോക്കുന്നത്? ഒഴിവാക്കി വിടണം. നിങ്ങളത് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യമായത് ഈ ഒരു വൈറൽ കണ്ടന്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഇസ്ലാം മതത്തെ ക്രൂശിക്കുന്നത് നിങ്ങൾ ഒരു വിനോദമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഉസ്താദുമാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഒന്നും വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. മത്സ്യം എന്തുകൊണ്ടാണ് ഹറാം അല്ലാത്തത് എന്ന് ഒന്ന് ഖുറാനും നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട ആ ഒരു ഗൂഗിളെങ്കിലും നോക്കിയാൽ മതി, അതിൽ കൃത്യമായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മയും ഉപ്പയും ഹജ്ജിന് പറഞ്ഞേക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ആ ഹജ്ജ് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, അതായത് ലാഹിലാഹ ഇല്ലല്ലാ എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഹൈന്ദവന്റെ വിശ്വാസത്തിലുള്ള ഒരു ദൈവത്തെ നമ്മൾ വരച്ച് അത് വിൽപ്പന നടത്തി ആ പണം കൊണ്ട് ഹജ്ജിന് പോയാൽ അത് സ്വീകരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഇസ്ലാം മതത്തിനെ കുറിച്ചിട്ട് 1% പോലും അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 0.5% കൂട്ടിക്കോ. ആ 0.5% വെച്ചുകൊണ്ടുള്ള അറിവ് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് ഒരിക്കലും നിങ്ങൾക്ക് പുണ്യമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല. പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ പ്രായമായ ആളുകളാണ്, അവരെയും കൂടി ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക. അതുപോലെ മക്കളെ ആരൊക്കെയോ കുറ്റം പറയും, തെറി പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മക്കളെ കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യിച്ചിട്ട് മറുപടി കൊടുക്കുക. അതൊക്കെ എത്ര വലിയ മണ്ടത്തരാന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി മണ്ടത്തരം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അവരെയും കൂടി വലിച്ചഴച്ച് അവർക്കും കൂടി ഒരു മോശപ്പേര് ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? നിങ്ങളുടെ ബിസിനസ് അടിപൊളി ബിസിനസ്സാണ്, അത് ചെയ്യുന്ന മാർക്കറ്റിങ്ങും അടിപൊളിയാണ്. കാരണം തട്ടം തന്നെയായിരുന്നു മാർക്കറ്റ്. തുടക്കം മുതൽ കാണുന്ന ആളുകൾക്കറിയാം. ആദ്യം സുരേഷ് ഗോപിക്ക് ഒരു ചിത്രം കൊടുക്കുന്നു, അത് കഴിഞ്ഞ് നരേന്ദ്രമോദിക്ക് ഒരു ചിത്രം കൊടുക്കുന്നു, RSSകാർ BJPക്കാർ അത് ഏറ്റെടുക്കുന്നു. പതുക്കെ പതുക്കെ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവുന്നതോട് കൂടിയിട്ട് അവരൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് BJPക്കാർ മാറുന്നു. നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്ന ഹൈന്ദവർ ശത്രുക്കളായി മാറുന്നു. നിങ്ങൾ നിരന്തരമായിട്ട് ക്രൂശിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ഒരു ശത്രുക്കളായി മാറുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ നാക്കുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ശത്രുക്കളെ, അല്ലാതെ അവരിങ്ങോട്ട് വന്ന് കയറുന്നതല്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊപ്പം സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്ക് അതിനോട് താല്പര്യമില്ല, മതം വേണ്ട, തട്ടം വേണ്ട, കഴിഞ്ഞു. മറുപടി കൊടുക്കാതിരുന്ന പരിപാടി കഴിഞ്ഞില്ലേ? പക്ഷെ
നിരന്തരമായി നിങ്ങൾ തന്നെയാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാപ്പക്ക് തട്ടം ഉപേക്ഷിച്ച സമയത്ത് ബാപ്പക്ക് പഴയ കണ്ണനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ ആരാധനയോ ഇഷ്ടമോ ഒന്നുമില്ല. ബാപ്പ പറഞ്ഞത് അത് വേണ്ടായിരുന്നു, തട്ടം ഉപേക്ഷിക്കേണ്ടായിരുന്നു, അത് ഭാവിയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് പോലും കേൾക്കുമ്പോൾ, അപ്പോൾ താങ്കൾ എന്നോട് എൻ്റെ കുഞ്ഞിൻ്റെ പേര് ചോദിച്ചാൽ, അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവരേത് മതസ്ഥയാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചോദിച്ചു പോകും. കാരണം എൻ്റെ മക്കളുടെ പേര് കേൾക്കുമ്പോൾ മതം പറയൂല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നല്ല കാര്യം. മതം ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള പേരുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് ഒരു മതത്തിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഉപ്പ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കറിയില്ല ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നൊന്നും. നീ തട്ടം ഉപേക്ഷിച്ചതിന് ശേഷം വരച്ച ചിത്രങ്ങളൊന്നും ഒരു ഇത് തോന്നുന്നില്ല എന്ന് പറഞ്ഞത്രേ. അതിൽ നിന്നും മാർക്കറ്റ്, വീണ്ടും മാർക്കറ്റിംഗ്. കൊള്ളാം, നല്ലതാണ്. ഈ ഉപ്പ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ പറയണം കേട്ടോ. കാരണം അത് അങ്ങനെയാണ്. ഈ ബിംബങ്ങൾ, ശില്പങ്ങൾ നിർമ്മിക്കാനോ ചിത്രങ്ങൾ വരയ്ക്കാൻ, രൂപമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവന്റെ വിശ്വാസത്തിലുള്ള ദൈവത്തിനെയാണ് വരയ്ക്കുന്നത്. അത് വരച്ച് കിട്ടുന്ന പണം കൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, അതൊക്കെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ കല എന്ന് പറഞ്ഞാൽ ഇതാണ് അതാണെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അത് കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നതാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇങ്ങനെയും ഒരു കാര്യമുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ജസ്ന സലീം ഇസ്ലാം മതത്തിനെ ക്രൂശിക്കുന്നത് കൊണ്ട് മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കും. മുത്തപ്പൻ എന്തോരം ഭക്തരാന്നുള്ളതെന്നറിയോ? മുത്തപ്പനോട് എനിക്ക് ഇത്ര ഫാൻസായി. പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോന്ന്. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മുത്തപ്പനിൽ വിശ്വാസം വന്നു. ഞാനൊരു ആഗ്രഹം മുത്തപ്പനെ നടയിൽ പോയി പറഞ്ഞ് ആ ഒരു ദിവസം തീരുമ്പോഴേക്കും ആ ആഗ്രഹം സാധിച്ചു. ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ ഞാനും മുത്തപ്പന്റെ ഫാനായി. അടിപൊളി. ഇനിയിപ്പോ മുത്തപ്പനാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ആളുകൾ ഇവര് തന്നെ ഇതിന് മറുപടി തന്നിട്ടുണ്ട്. മുത്തപ്പനെ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ വിശ്വസിക്കട്ടെ, അതിനെന്താ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ കല്ലെറിഞ്ഞ് കൊല്ലലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എല്ലാവരും ചോദിക്കും, ഭക്തി ഉണ്ടെങ്കിൽ എന്തിന് പിന്നെ ഈ റീൽസ് ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിച്ച് പോയാൽ പോരെ? എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എനിക്ക് അതിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ വേണം. എനിക്ക് അതിന് 10 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ 10 രൂപ അവർ കൊണ്ടുതരട്ടെ. പിന്നെ അടിപൊളി. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എന്തിനാണ് വീഡിയോ ചിത്രീകരിക്കുന്നത്, തൊഴുതു പോന്നാ പോലെ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെയുള്ള വിശ്വാസികൾക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി കൊടുത്തു. ആരാണ്? ജസ്ന സലീം. ചില ആളുകൾ അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്നവരുണ്ടാവും. പ്രായമായ അമ്മയെയും അച്ഛനെയൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അത് ഇല്ലാണ്ടാക്കിയത് ഈ ജസ്ന സലീമാണ്. അവരവിടെ നിരന്തരം പോയിട്ട് കണ്ട 10 രൂപ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടിയ വീഡിയോ, റീൽസ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് വിശ്വാസികളായിട്ടുള്ള കാലങ്ങളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അവിടെ ചെന്നൊരു ഫോട്ടോ എടുത്ത് അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു അടി കൊടുത്ത വ്യക്തിയാണ് ജസ്ന. അതല്ലാതെ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഭക്തിയുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് കണ്ണനെ വിളിച്ചാൽ മതി. നന്ദനം സിനിമ കണ്ടിട്ടില്ലേ? ഒരുത്തി എന്നോട് പറഞ്ഞൊരു ഡയലോഗാ, നന്ദനം സിനിമ കണ്ടില്ലേ, അതിൽ നവ്യ നായരെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൻ എവിടെ? അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നീ നിന്റെ വീട്ടിൽ കുത്തിയിരുന്ന് വിളിച്ചോ, നിന്നെ കാണാൻ അവിടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഗുരുവായൂർ നടയിലൊന്ന് പോയി നോക്ക്. എജ്ജാതി മനുഷ്യന്മാരായിരിക്കും ഉണ്ടാവുക. ഇവർക്കൊക്കെ വീട്ടിൽ കുത്തിയിരുന്ന് വിളിച്ചാൽ പോരെ? ഗുരുവായൂർ നടയിൽ വന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ അവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ഉപായം പറഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളവിടെ കാണിച്ചു കൂട്ടിയ കാരണങ്ങൾ കൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലതും. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. നൈസായിട്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചതാ. അപ്പോഴാണ് അവിടെ വിശ്വാസികളായ ആളുകൾ വരുന്നില്ല, അവർക്കൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളത്. ഹൈന്ദവന്റെ വിശ്വാസമാണ് മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൽ പറഞ്ഞ ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ കഴിയില്ല. അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണെന്നുള്ളതാണ്. എന്താണ് ജസ്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മണ്ടത്തരല്ലേ? നിങ്ങൾ നട്ട ഉപേക്ഷിച്ചു എന്ന് കരുതിക്കൊണ്ട് ഹൈന്ദവരായ വിശ്വാസികൾ നിങ്ങളെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. മുത്തപ്പന് മതങ്ങളില്ല, മുത്തപ്പന്റെ അടുത്ത് എല്ലാവരും പോക്കുണ്ട്. ആ ഒരു കാര്യമൊക്കെ. നേരെ തിരിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ പോകുന്ന ആളുകൾ അത്രയും വിശ്വാസമുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറെ ആളുകൾ പ്രഹസനം വീഡിയോസ് എടുക്കാൻ മാത്രം പോകുന്ന ആളുകളുണ്ടാവും. അതിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ. അതിൽപ്പെട്ട ആളാണെന്ന് പറയാൻ കാരണം, അങ്ങനെ 2 വീഡിയോ ചെയ്ത് വൈറലാവുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ചിത്രം ഉണ്ടല്ലോ, കൃഷ്ണന്റെ ചിത്രം, അത് വിൽപ്പന നടക്കുന്നു. 1.5 വർഷം കൊണ്ടാണ് നിങ്ങളത് വിറ്റു. അത്ര 5000-6000 രൂപ വെച്ചിട്ടല്ലേ ഓരോ ചിത്രങ്ങൾ വിൽക്കുന്നത്. അത്യാവശ്യം നല്ല വരുമാനം നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതൊക്കെ കപടമായ വിശ്വാസം കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾ തന്നെ പറയുന്നു എനിക്ക് വീഡിയോ എടുത്താൽ സാമ്പത്തികം കിട്ടും, അതിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്.
നിങ്ങൾ എന്ത് ചെയ്യുന്നതിലോണ്ടും ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് വിലയിരുത്തുന്ന രീതികളുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ പല ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ തെറ്റായ രീതിയിൽ അത് എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, മറ്റുള്ള മതങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഞാൻ എല്ലാ മതത്തെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എല്ലാ മതങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ മനുഷ്യന്മാരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും എടുത്തു ചാടിയത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മതം മാറിപ്പോയ മുസ്ലിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്നു എന്നുള്ളത് എന്ത് വലിയ വിഡ്ഢിത്തരാണത്. ഇനി ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മണ്ടത്തരാണതില്ലേ. അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും സ്നേഹമാണ് പറയുന്നത്. ആ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവർ. ഓക്കെ, ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെടുപ്പാട്.